ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ വെണ്ടയ്ക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു മീഡിയം വലുപ്പത്തിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിൽ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്കയുടെ ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് മാറി സ്കിന്നിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. ചെറുതായിട്ട് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വെണ്ടയ്ക്കയുടെ ആ ഒരു ഒട്ടലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു. ഇനി ഇതൊരു 10 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ മീഡിയം വലുപ്പമുള്ള 2 സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ് നീളത്തിൽ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഞാനിവിടെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതേപോലെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയ ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്കയിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് കൈമ റൈസ് കുറച്ച് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈമ റൈസ് തന്നെ വേണമെന്നില്ല, ഏത് റൈസ് വേണേലും എടുക്കാവുന്നതാണ്. ഇനി ഈ റൈസ് ഉടഞ്ഞു പോകാതെ മെല്ലെ പതുക്കെ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. റൈസ് എല്ലാം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനിയും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു വെണ്ടയ്ക്ക റൈസ് നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനും ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു വെണ്ടയ്ക്ക റൈസ് ഇഷ്ടമായെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.